അസ്സലാമലൈക്കും. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു എള്ളുണ്ടയാണ് തയ്യാറാക്കണത് കേട്ടാ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണത് നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടാ ഇത് തയ്യാറാക്കണ, അവളെ ഫ്ലാറ്റിൽ നിന്നാണ്. അപ്പോൾ ഒരു സ്പെഷ്യലാണ് എള്ളുണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ചേരുവകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്: ശർക്കര, എള്ള്, തേങ്ങ, അതേപോലെ തന്നെ റാഗി, ഏലക്ക പൊടിച്ചത്, ഇത്തിരി ഉപ്പ്. നല്ല ഫ്രഷ് ശർക്കരയാണ് കേട്ടോ, അത് കാരണം അത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് എള്ള് പൊട്ടുന്നത് വരെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആ ഒരു ബൗള് കണക്കാക്കിയിട്ട് തന്നെ റാഗി എടുത്തിട്ടുള്ളത് അതൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അത് ചൂടാക്കിയതിന് ശേഷം ശർക്കര ക്രഷ് ചെയ്തെടുക്കുക, അതേപോലെ തന്നെ എള്ള് ക്രഷ് ചെയ്തെടുക്കുക, തേങ്ങ ക്രഷ് ചെയ്തെടുക്കുക. ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ എള്ളുണ്ട ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം എല്ലാതും തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബൗളിൽ കണക്കാക്കിയിട്ട് തന്നെ ഓരോ ചേരുവകളും എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ച എള്ളിട്ട് കൊടുക്കുക, അതേപോലെ ശർക്കര ഇട്ട് കൊടുക്കുക. ഒക്കെ ബൗളിന് കണക്കാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം റാഗി എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നമ്മൾ സാധാ എള്ളുണ്ട ഇതേപോലെയല്ല തയ്യാറാക്കൽ. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടി ഇടുക, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് എല്ലാതും കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ലാസ്റ്റാണ് ഏലക്ക പൊടിയും ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ട പിടിക്കുന്നത് പോലെ തന്നെ ഇതും ചെയ്തെടുക്കണത്. ഇതേപോലെ നിങ്ങളും ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ. എള്ളുണ്ട് കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്, അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി. എള്ളൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് തരണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട്